പിന്നെ ഇത് ഷാഹിദ് കപൂർ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അത് ക്ലൈമാക്സ് എടുക്കുമ്പോഴേ മനസ്സിലാവും. വേറെ പടത്തുമായിട്ട് ചെറിയ ലിങ്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ടും ഏരിയസ് പ്ലസിൽ ആളില്ല സിനിമയ്ക്ക്. ഇത്തരം സിനിമകൾക്ക് എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം, കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഷാഹിദ് കപൂർ ഒരു സംവിധായകനായിട്ട് വന്നിട്ടുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള മസാലയൊന്നും ഇല്ലാണ്ട് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അങ്ങനെ ഉള്ള റിയൽ ലൈഫ് സ്റ്റോറി കാണാൻ ആഗ്രഹമുള്ളവർ, ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാം. 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ആ സിനിമയുടെ നായകൻ ജയിക്കുന്ന ആ ഒരു കാറ്റഗറിയല്ല ഇത്. സ്റ്റോറിയും കണ്ടന്റാണ് ഇതിലെ ഹീറോ. പിന്നെ റോഷൻ മാത്യുവും ദിലീഷ് പോത്തനും പിന്നെ അതിനേക്കാളുപരി ഈ ഡയറക്ഷനും കഥയും തിരക്കഥയൊക്കെ വളരെ കാച്ചി കുറുക്കി നല്ല വളരെ ഗംഭീരമായ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. ഓർമ്മ വരുന്നില്ല. എന്തായാലും ഒരു തവണ കാണാനുള്ള ഇതുണ്ട്. പെർഫോമൻസ് ആണ്, നല്ല സിനിമയാണ്. പിന്നെ നമ്മളെ ട്രെയിലറിൽ കണ്ടപ്പോൾ ഒരുപാട് നമ്മളങ്ങ് പ്രതീക്ഷിക്കും. ആ ഒരു ഇത് കിട്ടിയില്ല. ഒരു സ്ലോ പേസിൽ പോകുന്നൊരു മൂവിയാണ്, നല്ല മൂവിയാണ്. ത്രില്ലർ ജോണറിലല്ലേ ത്രില്ലർ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ബേസ് നല്ല സിനിമയാണ്. പിന്നെ ഒരു രാത്രിയുടെ കഥയാണ് എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് പെട്രോളിന് പോകുന്ന രണ്ട് പോലീസുകാർ അറ്റൻഡ് ചെയ്യുന്ന കുറേ കേസുകളാണ് കാണിച്ചത്. പക്ഷേ സിനിമ തിരക്കഥയുടെ ഇത് വെച്ചിട്ടും മേക്കിംഗ് വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. നമ്മളൊരു ത്രില്ലടിപ്പിക്കുന്ന മൊമെന്റ്സോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല മൂവിയാണ്. അവരുടെ രണ്ടുപേരുടെയും ഒരു നല്ലൊരു പെർഫോമൻസ് കൊണ്ട് നല്ല മൂവിയാണെന്ന് പറയാം. സ്ലോ പീസ് തന്നെയാണോ? സ്ലോ പേസില്ല, സ്ലോ ആയിട്ട് പോകുന്നത് നല്ല മൂവിയാണ്. മോശം പറയാനൊന്നുമില്ല. നമ്മളെ ഈ ഒരു സിനിമ 2 മണിക്കൂറിൽ ഒരു 1.25 മണിക്കൂർ ഇവർ രണ്ടുപേരെയും മാത്രമാണ് ഈ സിനിമയിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ വെച്ചാൽ എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് സിനിമ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ല സിനിമ.